നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ മുന്നറിയിപ്പുണ്ട്. ചില ജില്ലകളിൽ മഴ സാധ്യതയുണ്ട്. ഈ കടുത്ത ചൂടിനിടയിലും അല്പമെങ്കിലും മഴ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളപ്പോൾ. ഏതൊക്കെ ജില്ലകളാണ് മഴ മുന്നറിയിപ്പുള്ളതെന്ന് നോക്കാം. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം വരുന്ന 3 മണിക്കൂറിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വരുന്ന 3 മണിക്കൂറുകളാണ് ഈ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുള്ളത്. മാത്രമല്ല, കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ, അതായത് 30-ാം തീയതി മുതൽ ഏപ്രിൽ 2 വരെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജാഗ്രതയോടെ ആയിരിക്കുക. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. മാത്രമല്ല, വരുന്ന ദിവസങ്ങളിൽ, വരുന്ന 5 ദിവസം ചില ജില്ലകളിൽ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഭൂമധ്യരേഖം, ഇന്ത്യ മഹാസമുദ്രം, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മഴ ഒരു വശത്ത് നിൽക്കവേ തന്നെ സംസ്ഥാനത്ത് ചൂടും വർദ്ധിക്കുന്നുണ്ട്. ചൂട് ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ഈ താപനില മുന്നറിയിപ്പൊക്കെ പാലിക്കുക. അപ്പോൾ എന്തായാലും ഒരു വശത്ത് മഴ സാധ്യതയുണ്ട്, ചൂട് മറ്റൊരു വശത്ത് വർദ്ധിക്കുന്നുണ്ട്. ഈ രണ്ടൊരു കാലാവസ്ഥയിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കാര്യത്തിൽ ഇപ്പോൾ മഴയുള്ള ജില്ലകളിലേക്ക് ഉള്ളവർ വളരെ ആശ്വാസത്തോടെ ആയിരിക്കുകയാണ്. മഴ കിട്ടുമല്ലോ എന്ന ആശ്വാസത്തോടെ ആയിരിക്കുകയാണ്. വരുന്ന മണിക്കൂറിൽ ഈ പറഞ്ഞ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ചൂടും വർദ്ധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.